ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ പറയണം കേട്ടോ. ഒരുപാട് എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും ദിവസം ടെൻഷൻ അടിച്ച് വിഷമിച്ചിരുന്നതിനൊക്കെ ഒരു പരിഹാരം കണ്ടൊരു ദിവസമാണ് ഇന്ന് കേട്ടോ. അപ്പം എന്നാന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലും ഞാനിത് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് യൂട്യൂബിൽ നിന്നും ആദ്യത്തെ എൻ്റെ വരുമാനം കിട്ടി കേട്ടോ. ആദ്യത്തെ നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു വരുമാനം കിട്ടുക, യൂട്യൂബിൽ നമ്മൾ കഷ്ടപ്പെട്ടതിനൊരു പ്രയോജനം കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് താമസിച്ചാണ് വരുമാനം കൈ വന്നിട്ടും കിട്ടിയത്. പിന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസർ ആയിട്ടാണെങ്കിലും ഒരുപാട് കഴിഞ്ഞാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ എന്നായിരുന്നെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പം എല്ലാവരും പറയും യൂട്യൂബ് അല്ലേ, വരുമാനമല്ലേ, ഇഷ്ടം പോലെ കിട്ടുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒന്ന് ഇതിലേക്കൊന്ന് ഇറങ്ങി തിരിച്ചു നോക്കുക. അപ്പോൾ അറിയാം ഇത് എത്രമാത്രം. എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് പ്രയോജനമുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. ഏത് ജോലിക്കും കഷ്ടപ്പാടുണ്ട്. പക്ഷേ അതിൻ്റെ ഇരട്ടി കഷ്ടപ്പാടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോകുകയാണെങ്കിൽ നമുക്ക് അത്രയും വിഷയമില്ല. നമ്മൾ ജോലി ചെയ്ത് നമുക്ക് മാസം ശമ്പളം കിട്ടും, നമുക്ക് ഉറപ്പുണ്ട്. യൂട്യൂബിൻ്റെ അങ്ങനെയല്ല. നമ്മൾ പ്രതീക്ഷയോടെ ഓരോ ദിവസം കാത്തിരിക്കുന്നതാണ്. എനിക്ക് ഇന്ന് വരുമാനം കിട്ടും, നാളെ വരുമാനം കിട്ടും. അതിന് ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ട്. അതെല്ലാം കിടന്നതിന് ശേഷമേ നമുക്ക് അത് കഴിഞ്ഞേച്ച് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമോ, അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും അറിയാൻ മേലാത്തവർക്ക് അറിയത്തില്ല. പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങി നിർത്തിയിട്ട് പോയിട്ടുള്ളവരാണെങ്കിലും തുടങ്ങി മുന്നോട്ട് പോയിട്ടുള്ളവർക്കാണെങ്കിലും നല്ലപോലെ അറിയാം ഇതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എന്നാന്നുള്ളത്. അപ്പം ഞാൻ പറയാൻ വന്നത് എന്നാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് യൂട്യൂബിൽ നിന്ന് 10 പൈസ പോലും ഇതുവരെ കിട്ടില്ല. സത്യമായിരുന്നു കേട്ടോ. എനിക്ക് ഇന്നാണ് കിട്ടുന്നത്. ഇന്നലെ വരെ കിട്ടിയിട്ടില്ലായിരുന്നു. അതിനകത്ത് കമൻറ്റ് വന്നതിൻ്റെ ഇതായിട്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ നമ്മളൊരു വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് അതിൽ സത്യം പറയാമല്ലോ, ആർക്കും ജെനുവിനായിട്ടുള്ള ഒരു കാര്യവും വേണ്ട കേട്ടോ. ഉള്ള സത്യം ഞാൻ പറയാം. നമ്മൾ എത്ര ജെനുവിനായിട്ട് എന്നാ ചെയ്താലും ഉണ്ടല്ലോ അതിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രമേ ഒക്കത്തുള്ളൂ. അതേസമയം ഓരോരുത്തരൊക്കെ കാണിക്കുന്ന എന്നാ കാണിച്ചാലും ഉണ്ടല്ലോ അതിന് എല്ലാവരും സപ്പോർട്ടും ഉണ്ട്. ഭയങ്കര ഇതുമാണ്. അവരെ കുറ്റവും പറയും, പക്ഷെ അവരോടൊന്ന് സപ്പോർട്ടായിരിക്കുകയും ചെയ്യും. നമ്മൾ ഒരു സാധാരണക്കാരനെ, എന്നെപ്പോലൊരു സാധാരണ വീട്ടമ്മയ്ക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി അത് മുന്നോട്ട് കൊണ്ടുപോകൽ ഭയങ്കര പാടാണ്. അല്ലെങ്കിൽ നമുക്ക് അതുപോലുള്ള ഇതൊക്കെയാണ്. നമ്മളല്ലെങ്കിൽ വല്ല ഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ പിന്നെയും നടക്കും. നമ്മൾ ഇടത്തരക്കാർക്ക് ഒരിക്കലും പറ്റത്തില്ല കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നിന്നായിരിക്കും വീഡിയോസൊക്കെ എടുക്കുന്നത്. നമ്മൾ എങ്ങനെ എടുത്താലും അവരെന്തെങ്കിലും ഒരു കുറ്റങ്ങൾ കണ്ടുപിടിച്ച് എല്ലാവരും വിചാരം എന്നാന്ന് ചോദിച്ചാൽ യൂട്യൂബ് ചാനലിൽ നിന്ന് ഭയങ്കര ലക്ഷങ്ങൾ കിട്ടുന്നു എന്നാണ്. പക്ഷെ കിട്ടുന്നവരുണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ കഷ്ടപ്പെടുകയും ചെയ്തിട്ടാണ് അവർക്ക് കിട്ടുന്നത്. അല്ല ചുമ്മാ ഇരുന്നിട്ടല്ല. ചുമ്മാ ഇരുന്ന് യൂട്യൂബിൽ നിന്ന് ആരും വരുമാനം മേടിക്കുന്നില്ല. അത് വെറുതെ തെറ്റിദ്ധാരണയാണ്. ചുമ്മാ ഇരുന്ന് ആരും യൂട്യൂബിൽ നിന്ന് വരുമാനം മേടിക്കുന്നില്ല. എല്ലാവരും ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ്. ഞാനിത് യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പേ ആണെങ്കിലും ഞാൻ ആരെയും കുറ്റം പറയാൻ വന്നിട്ടില്ല. കാര്യം വെച്ചാൽ അന്നെനിക്ക് യൂട്യൂബിനെ പറ്റി ഒന്നും അറിയത്തില്ല. യൂട്യൂബിൽ ഇങ്ങനെ ഇത്ര കഷ്ടപ്പെടണമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതിലേക്ക് വന്നതിന് ശേഷം ഒട്ടുമേ ആരെന്നാ ചെയ്താലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അല്ലാതെ ഒന്നും പറയാൻ നിന്നിട്ടില്ല. അപ്പം ഞാൻ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. എനിക്ക് ഈ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന എനിക്ക് യൂട്യൂബിൻ്റെ അമേരിക്കൻ ഡോളർ കിട്ടുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ആ ഡോളർ നമുക്ക് അക്കൗണ്ടിലേക്ക് വന്നു. പക്ഷേ അതിൻ്റെ എത്രയാണെന്നുള്ള തുക നമ്മൾ നഷ്ടമില്ലാത്ത രീതി എനിക്ക് കിട്ടി കേട്ടോ. ഉള്ള സത്യം ഞാൻ പറയാം. നഷ്ടമില്ലാത്ത രീതിയിൽ കിട്ടി. ഞാൻ കഷ്ടപ്പെട്ടതിന് എനിക്ക് അതിനുള്ള പ്രയോജനം കിട്ടിയിട്ടുണ്ട്. എനിക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് പറയാനെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിൻ്റെ ഒരു ഇതുണ്ട്. നമ്മൾ പറയാൻ പാടില്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ പറയാത്തത്. എന്നാലും എനിക്ക് നഷ്ടമില്ലാതെ എനിക്ക് സന്തോഷമായി അത് വന്നപ്പോഴത്തേക്ക്. ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് എനിക്ക് നഷ്ടമായിട്ട് തോന്നിയില്ല. പിന്നെ എനിക്ക് പറ്റിയ കുറേ പാളിച്ചകൾ എന്നാന്ന് ചോദിച്ചാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഇനി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ വേണ്ടി പറയാം കേട്ടോ. നമ്മൾ ഒത്തിരി യൂട്യൂബ് ടിപ്സ് പറയുന്നവരുടെ വീഡിയോസ് ഉണ്ട് കേട്ടോ യൂട്യൂബിലും. അവരുടെയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കാണുക. യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പുള്ള പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. എനിക്ക് ഞാൻ ഒന്നും നോക്കാതെ തുടങ്ങിയതാണ്. പക്ഷേ ഒരു വീഡിയോ ഇന്ന് ഇട്ടേച്ച് പിന്നെ ഒരാഴ്ച കഴിഞ്ഞാണ് അടുത്തത് ഞാനല്ലായിരുന്നു എഡിറ്റ് ചെയ്യുന്നത്. എൻ്റെ ചേച്ചിയുടെ മോനായിരുന്നു എഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ എല്ലാം അവനാണ് എനിക്ക് തുടങ്ങി തന്നത്. അപ്പം അവൻ ഇവിടെ അല്ലായിരുന്നു കോയമ്പത്തൂർ. അപ്പോൾ അവനങ്ങനെ അത് അവിടുന്ന് എഡിറ്റ് ചെയ്ത് തരികയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് പിന്നെ ഞാൻ പറയണം ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാം. നീ എന്നെ ഒന്ന് പഠിപ്പിച്ച് തന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ പഠിപ്പിച്ച് തന്ന് അങ്ങനെയൊക്കെ ഒന്നും അറിയാൻ മേലാതെ തുടങ്ങിയ ഒരു സംഭവമാണ്. അത് വന്നു കഴിഞ്ഞാൽ ഇത് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അതിനകത്ത് നമ്മൾ ഏതൊക്കെ എന്നൊക്കെ ചെയ്താൽ പ്രശ്നങ്ങളാണെന്നോ അങ്ങനെ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഒരു കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു വർഷം ആയപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസറായി കേട്ടോ. മോണിറ്റൈസറായ കാര്യം തപ്പി പിടിച്ച് ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ചുമൊക്കെ അതിനെ സബ്സ്ക്രൈബേഴ്സും ആക്കി.
4000 വാച്ച് അവറും ഒക്കെ ആക്കി അതങ്ങൊന്ന് സെറ്റാക്കി. അപ്പോൾ സമാധാനിച്ചു. യൂട്യൂബിൽ നിന്ന് ഇനി വരുമാനം കിട്ടിത്തുടങ്ങുമെന്ന് വിചാരിച്ചു. എല്ലാവരുടെയും ധാരണ ഇതാണ് കേട്ടോ. യൂട്യൂബിൽ മോണിറ്റൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ വരുമാനം കിട്ടിത്തുടങ്ങും. ഒരിക്കലുമല്ല. നമ്മളൊരു കടമ്പ കടന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു കടമ്പ കടന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെയും നമുക്ക് കിടക്കുകയാണ്. ഒരുപാട് പിന്നെയും കിടപ്പുണ്ട് നമുക്ക് അതിനകത്ത് ഇനി ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട്. അപ്പം അത് മോണിറ്റൈസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ സന്തോഷിച്ചു. ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ വരുമാനം കിട്ടിത്തുടങ്ങുമെന്ന്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. $100 പൂർത്തിയായാലേ നമുക്ക് വരുമാനം കിട്ടിത്തുടങ്ങത്തുള്ളായിരുന്നു. അതിന് നമ്മൾ ശരിക്കും വീഡിയോസ് നല്ല വ്യൂവ് വേണം, സബ്സ്ക്രൈബേഴ്സ് വേണം, എല്ലാം വേണം. ഇതൊന്നുമില്ലാതെ ഞാൻ ഒരു വർഷത്തോളം പിന്നെയും കിടന്നങ്ങ് ഇതായി. ഒരു വർഷത്തോളം പിന്നെ വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കുറേ പാട്ടിൻ്റെ മ്യൂസിക്കൊക്കെ അതിനകത്തിട്ടായിരുന്നു. അത് നമുക്ക് ഓരോ VN എന്ന് പറയുന്നൊരു ആപ്പാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ വേറൊരു ഇത് അതിനകത്തും ഉണ്ട് കോപ്പിറൈറ്റ് ഇല്ലാത്തതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞാൻ ആദ്യമൊക്കെ ഇട്ട് നോക്കുമ്പോഴൊന്നും കോപ്പിറൈറ്റ് എന്ന് കാണിച്ചിട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പറ്റിപ്പോയെന്നറിയോ, ഞാനിപ്പോൾ അതങ്ങ് ഇട്ടു. പക്ഷേ ചാനൽ മോണിറ്റൈസ്ഡ് ആയതിന് ശേഷം അതിനെല്ലാം കോപ്പിറൈറ്റ് വന്നു. അങ്ങനെ ഒരു 50ഓളം വീഡിയോസ് എൻ്റെ കോപ്പിറൈറ്റ് ആയിട്ട് കിടപ്പുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം നമ്മുടെ ഈ യൂട്യൂബ് കോൺ എന്ന് പറഞ്ഞ ഷെമീർക്കാടെ വീഡിയോസ് കണ്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നു, നമുക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴയ വീഡിയോസിനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ കയറി നമ്മളിങ്ങനെ തപ്പി എടുക്കണം. അങ്ങനെയുള്ളൂ. അപ്പോൾ ഇന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കോപ്പിറൈറ്റ് ആയിട്ട് നമുക്ക് ഒന്നിച്ച് വന്ന് കിടക്കും എന്ന് പറഞ്ഞു. ഞാൻ ചുമ്മാ ഒന്ന് എടുത്ത് നോക്കിയതാട്ടോ. ഒരു പ്രതീക്ഷയില്ലാതെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് 50ഓളം വീഡിയോസ് കോപ്പിറൈറ്റ് വന്നിരിക്കുന്നു. പിന്നെ അത് യൂട്യൂബിൽ കയറി യൂട്യൂബിൽ നിന്നുള്ള മ്യൂസിക് അതിനകത്ത് ആഡ് ചെയ്ത് അതിന് കോപ്പിറൈറ്റ് ഇല്ല കേട്ടോ. അതിനകത്തുനിന്ന് കയറി അങ്ങനെ ഒരുപാട് നമ്മൾ ക്രോമിലൂടെ ഒക്കെ കയറി അങ്ങനെയൊക്കെ ഒത്തിരി ഇതായിട്ട് ചെയ്താണ് അത് മൊത്തം ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വീഡിയോ പിന്നെ മുന്നോട്ട് കയറാൻ തുടങ്ങിയത്. മറ്റേത് വീഡിയോ പോത്തേ ഇല്ലായിരുന്നു. എത്ര ഇട്ടാലും ഒരു 150 വ്യൂ ആയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റക്കായി അങ്ങ് നിൽക്കുമായിരുന്നു. പിന്നെ അത് മുന്നോട്ട് പോത്തേ ഇല്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഇത് മാറ്റിയതിന് ശേഷമാണ് ഒരു മാറ്റം വന്നതും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയതും എല്ലാം വന്നത്. അങ്ങനെയുമല്ല ഒന്നും അറിയാൻ മേലാതെ ഇറങ്ങി തിരിച്ച് ഒരുപാട് ഇതിൻ്റെ എല്ലാം ടെൻഷനും നമുക്കുണ്ട് കേട്ടോ. ഇതെല്ലാം വരുമ്പോൾ നമ്മൾ എന്തുമാത്രം ടെൻഷൻ അനുഭവിക്കുന്നുള്ളതല്ല. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് വരുമ്പോഴേ ഉള്ള പോലെ ഒന്നുമല്ല. ചില സമയത്ത് നമുക്കൊന്ന് കരയാൻ വരെ തോന്നും. കാര്യം ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ ആകുന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട്. അപ്പം ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കിപ്പം ഇതിൽ നിന്ന് വരുമാനം കിട്ടിയത്. അപ്പം അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ വീഡിയോസ് കാണുന്നവർ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോഴത്തേക്കും ഒരു നിമിഷം നമ്മൾ ഞങ്ങളുടെ സ്ഥാനത്ത് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നവരുടെ സ്ഥാനത്ത് ഒന്ന് ചിന്തിക്കുക. എല്ലാവരും പറയും കണ്ടന്റ് ഉണ്ടെങ്കിൽ വീഡിയോ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറയും. വെറുതെയാണ്. ഒരു സിനിമാക്കാരുടെ ചുമ്മാ ഒന്ന് നടന്നു പോകുന്നിട്ട്, അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും നിൽക്കുന്നിട്ട്, അല്ലെങ്കിൽ ഒരു മരത്തിന് ചവിട്ടി, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം എന്നാ വീവാന്നറിയാവോ? അതൊക്കെ കാണാൻ എത്ര പേരാണെന്നറിയാവോ? അതേസമയം പാത്രവും കഴുകി ചോറും കറിയും വെച്ചാൽ നമ്മൾ അറിയാവുന്ന സൈസ് കറികളും ഉണ്ടാക്കിയാലും നമുക്കറിയാവുന്ന ടിപ്സുകളും കാണിച്ചു വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇത് മൊത്തം ഉടായ്പ എന്ന് പറഞ്ഞേച്ച് പോകും. അതേസമയം ഒരു സിനിമാക്കാർ കാണിച്ചാൽ ആർക്കും വിഷയമില്ല. അതെല്ലാം ജെനുവിനാണ്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ കൂടെ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. കാണുന്നവരോട് കൂടെ പറയണം, സാധാരണക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്തതാണ് ഗീത ചേച്ചി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ പേരുണ്ട് എന്നെ സ്ഥിരമായിട്ട് ഏത് യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർ, യൂട്യൂബ് ചാനലുള്ളവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ചേച്ചിക്കാണ് ഏറ്റവും കൂടുതൽ തലവേദന കേട്ടോ. ചേച്ചീനെയുടെ എപ്പോഴും എല്ലാ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞ് ചേച്ചിയോടാണ് എപ്പോഴും ചേച്ചി അതാ ഇത് മറ്റേത് മറിച്ചും പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ ചോദിച്ചാലും നമുക്ക് അതിനൊരു പരിഹാരം, ഒരു ശാന്തത, നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്നൊരു വാക്ക് ചേച്ചിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടും. അതുകൊണ്ടാണ് ചേച്ചിയുടെ അടുത്തോട്ട് വിളിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ചേട്ടനാണേലും അതെ, ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടൻ ചേച്ചിയോട് ഓരോന്നും പറയുന്നത് നമുക്ക് അതിനകത്ത് ചേച്ചി നമുക്ക് വോയിസ് അയക്കുമ്പോൾ കേൾക്കാം, പറഞ്ഞു കൊടുക്കാടി എങ്ങനെ പറയാമെന്നൊക്കെ പറഞ്ഞ് അതുപോലെ നല്ലൊരു ആശ്വാസമാണ്. ചേച്ചി നമ്മുടെ ഒരു കൂടപ്പുറപ്പ് തന്നെയാണ്. അപ്പം അല്ലാതെ ഗീത ചേച്ചി പിന്നെ അങ്ങനെ കുറേ പേര്, എനിക്ക് ശിവാനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ശിവാനി ഒന്നും കാണാൻ പോലും ഇല്ല. പിന്നെ നിത്യ, പിന്നെ വിജി അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേര്. ഇപ്പം നമ്മുടെ ശ്രീദേവി ചേച്ചി ഉണ്ട് നമ്മുടെ കൂടെ. അങ്ങനെ കുറേ പേരുണ്ട് നമ്മളെ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് കമൻറ്റ് ഇട്ട് നമ്മളെ ഇങ്ങനെ നമുക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അല്ലാതെ ഓരോരുത്തരൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ കമൻറ്റ് ഇടുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയതായിട്ട് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സും പഴയ ആൾക്കാർക്കും നെഗറ്റീവ് കമൻറ്റ്, പിന്നെ കഴിഞ്ഞ ദിവസം നെഗറ്റീവ് പറഞ്ഞ ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. കാര്യം ചേട്ടൻ നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ പ്രതീക്ഷിക്കാതിരിക്കാതെ എനിക്ക് വരുമാനത്തിൻ്റെ ഇത് അക്കൗണ്ടിലേക്ക് കയറിയത്. അപ്പം അങ്ങനെ എല്ലാവരോടും നെഗറ്റീവ് പറയുന്നവരോടും പോസിറ്റീവ് പറയുന്നവരോടും എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇത് ഇച്ചിരി വാചോടി ഇച്ചിരി നീണ്ടു പോയിട്ടുണ്ട് കേട്ടോ. സന്തോഷക്കൂടുതൽ കൊണ്ടാട്ടോ. നമുക്കൊരു കാര്യം സന്തോഷം വന്നപ്പോഴത്തേക്ക് നമുക്ക് പറ്റിയ നല്ല കാര്യവും ചീത്ത കാര്യവും നിങ്ങൾ അറിയണ്ടേ. അല്ലാതെ എനിക്ക് വരുമാനം കിട്ടി, ഞാൻ ഇതിൽ നിന്ന് മൊത്തം ഇത് കിട്ടി എന്ന് പറയുമ്പോൾ അടുത്തൊരാൾ ചിന്തിക്കുന്നതിന് ഞാനും തുടങ്ങിയാൽ എനിക്കും വരുമാനം കിട്ടും കേട്ടോ. അത് ഉറപ്പാണ്. നമ്മൾ കഷ്ടപ്പെട്ട വരുമാനം കിട്ടും യൂട്യൂബിൽ നിന്ന് 100% ഉറപ്പാണ്. പക്ഷേങ്കിൽ അതിന് ഞാൻ എൻ്റെ വരുമാനം കിട്ടുന്നതിൻ്റെ പ്രശ്നമല്ലേ പറയാൻ വന്നത്. അപ്പോൾ എനിക്ക് ഈ മാസം കഴിഞ്ഞ മാസം ഡോളർ ഫുള്ളായി. അതിൻ്റെ മുന്നിലത്തെ മാസമാണ് ഡോളർ ഫുള്ളായി. ഈ
ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ എനിക്ക് ഡോളർ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് മെയിൽ വന്നായിരുന്നു 21-ന് 26-നും ഇടയ്ക്ക്. അപ്പം ഞാൻ ഓർത്തു 21-ന് 26-നും ഇടയ്ക്ക് വരുമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് നിന്ന് 26-ആയി 27-ആയിട്ടും ഒരനക്കവും ഇല്ല. ആ ഡോളറിൻ്റെ അതുപോലെ കിടക്കും. നമുക്ക് ആ ഡോളർ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് നമുക്ക് ആ കഴിഞ്ഞ മാസത്തെ വന്ന് കിടക്കുന്നത് അങ്ങ് മാഞ്ഞു പോകും. പിന്നെ പിറ്റേ മാസത്തെയാണ് അതിലേക്ക് വരുന്നത്. അപ്പം ഞാൻ ചേച്ചി വിളിച്ചപ്പം ചേച്ചി എൻ്റെ സമാധാനത്തിന് വേണ്ടി പറഞ്ഞില്ല മോനെ ഇച്ചിരി താമസമൊക്കെ വരും, ചിലപ്പോൾ 2 ദിവസത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച്. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് എന്നെ ചേച്ചിക്ക് മനസ്സിലായി അത് കയറത്തില്ല. അപ്പം ഞാൻ എനിക്കൊന്ന് മെയിലൊക്കെ അയച്ചു ചോദിച്ചു. ആ മെയിലിനകത്തുണ്ടായിരുന്നു എന്നതോ നമ്മൾ മെയിൽ ചെയ്ത് നമുക്ക് ഇതെല്ലാം മോണിറ്റൈസ് ആയി കഴിയുമ്പോഴത്തേക്ക് അതിനെല്ലാം ഒരുപാട് പരിപാടിയൊക്കെ ഉണ്ട്. നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുക്കണം, ബാങ്കിൻ്റെ ഇതെല്ലാം കൊടുക്കണം. അപ്പോൾ അതിൽ എന്നതോ ഒരു ചെറിയ പ്രശ്നം വന്നാണ്. അപ്പം പിന്നെ ഞാനത് ഷെമീറക്കയോട് വിളിച്ചു പറഞ്ഞു. ഷെമീറക്കയാണ് എനിക്കതെല്ലാം ശരിയാക്കി തന്നത്. അപ്പോൾ എന്നോട് ഷെമീറക്ക പറഞ്ഞ് പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, പൈസ അക്കൗണ്ടിൽ വന്നോളും, ഈ മാസം വന്നില്ലെങ്കിൽ അടുത്ത മാസം ഉറപ്പായിട്ടും വരും, പൈസ പോകത്തില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞെങ്കിലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ടെൻഷനുണ്ട്, നമുക്ക് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല, ഇനി ആദ്യമായിട്ട് കിട്ടുവാണ്, അപ്പോൾ ഇത് കയറുമോ ഇല്ലയോ, അത് ഇതോടുകൂടി എല്ലാ പരിപാടി തീർന്നോ എന്നൊക്കെ നമുക്കൊരു ടെൻഷനുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. ഇന്ന് ഞാൻ പ്രതീക്ഷിക്കാതിരിക്കെ രാവിലെ ഞാൻ ഇന്നലെ വരെ നോക്കുമായിരുന്നു, അക്കൗണ്ടിലൊക്കെ നോക്കുവാണെങ്കിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഞാൻ ഓർത്തു അതിനകത്ത് നോക്കാനാണ്, പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല, പ്രതീക്ഷയുടെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു, ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, ഇനി അടുത്ത മാസത്തേക്ക് നമുക്ക് നോക്കാം എന്നും പറഞ്ഞിട്ട് ചുമ്മാ ഞാൻ നോക്കിയത് കേട്ടോ. നോക്കി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും നമുക്കൊരു സമാധാനക്കേടുണ്ടല്ലോ, നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും പിന്നെ അതന്നെ ചെയ്യുമല്ലോ. ചുമ്മാ അക്കൗണ്ടിൽ കയറി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് പൈസ വന്നിട്ട്. അപ്പം ഞാൻ ഒത്തിരി ചേട്ടൻ എന്തെങ്കിലും പൈസ ഇട്ടാണോ ചോദിച്ചപ്പോൾ എന്തോ ഇല്ലടി ഞാൻ നിൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ, ചേട്ടനും സന്തോഷമായി, എൻ്റെ സന്തോഷം കണ്ടപ്പോൾ അവർക്കെല്ലാം സന്തോഷമായി. അപ്പം ഞാനിത് ഒരുപാട് വലിച്ച് നീട്ടി കൊണ്ടുപോയെന്നൊന്നും വിചാരിക്കില്ല കേട്ടോ, പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞാനും യൂട്യൂബിൻ്റെ ഒരു ശമ്പളക്കാരിയായി. ഇനിയും ഇതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. ഇത്രയും നാളും കഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി ഇനിയും കഷ്ടപ്പെട്ടാലേ മുന്നോട്ട് പോകാൻ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോസ് കാണുക, നല്ല വീഡിയോസൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളത് നിങ്ങൾക്ക് അറിയാവുന്നവരുടെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക, അങ്ങനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യിപ്പിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഉണ്ട്. പിന്നെ വൈകിട്ട് ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് ഇതുവരെ മാറ്റം വന്നിട്ടില്ല. അത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് കാണുകയില്ല. ബാക്കി ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. അപ്പം ഞാൻ രാവിലെ മിറ്റമൊക്കെ തൂത്ത് വരുമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറേ കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് കേട്ടോ. നമ്മളെ ആദ്യം മുതൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഹരിദാസ് എന്ന് പറഞ്ഞ ചേട്ടന്, ശരിക്കും സപ്പോർട്ടാണ്. കമൻറ്റ് ഇടുകയും നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പുതുതായിട്ട് വന്നേക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ശ്രീദേവി ചേച്ചി വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ അമ്മു, അങ്ങനെ പിന്നെ ജിൻസി, പിന്നെ വേറെ പേരുണ്ടെന്നിട്ട് ഞാൻ ഓർത്തോർത്തിരുന്നായിരുന്നു, മറന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പുതുതായിട്ട് വന്നേക്കുന്നത് കമൻറ്റ് ചെയ്യുന്ന എല്ലാവരോടും നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും, പിന്നെ ഒരു അനിൽ, അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. കുറേ പേര് നമുക്ക് ഒരുപാട് സപ്പോർട്ടായിട്ട് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അവരോട് എല്ലാവരോടും, പിന്നെ ആരുടെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. കണ്ണൻ രാവിലെ പോകാനൊക്കെ റെഡിയാക്കി കിടക്കുന്നത്, തല കിടക്കുന്ന കിടപ്പ് കണ്ടോ. രാവിലെ ഇരുന്ന് പഠിക്കുന്നു. അപ്പോൾ 2 പേരോടും കൂടെ ആയിട്ട് ഒരു കാര്യം പറയട്ടെ. എനിക്ക് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടി. ചെലവൊക്കെ പിന്നെ അച്ഛൻ പറയും, ഞാൻ ചെലവൊന്നും അത് ഞാൻ 2 പേരോട് ഒന്നിച്ച് പറയാൻ നിർത്തട്ടെ, സ്വസ്ഥമായിട്ട് ഇരുന്നതിന് ശേഷം പറയാമല്ലോ എന്ന് വിചാരിച്ചു. 2 പേരോട് സ്വസ്ഥമായിട്ട് പറയാന്ന് വെച്ചാൽ അച്ഛനോട് ആദ്യം പറഞ്ഞു, പിന്നെ ജയചേച്ചിയോട് പറഞ്ഞു, പിന്നല്ലാതെ ജയചേച്ചിക്ക് ഒരു സമാധാന സ്വസ്ഥതയും കൊടുത്തിട്ടില്ല പാവത്തിന്. എന്നും വിളിച്ചു പാവം എന്നെ എന്തോ ഒരു ആശ്വസിപ്പിക്കുന്നതെന്നറിയാവോ. പിന്നെ ഷെമീറക്കായോട് പറഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളോട്. അയ്യോ ആണോന്നോ, എൻ്റെ ദൈവമേ, ഈ പൈസ കിട്ടാതെ വന്നപ്പോൾ ഞാൻ ആകെപ്പാടെ വിഷമിച്ചായിരുന്നു, ഇനി ഇതൊന്നും കിട്ടത്തില്ലേ, വെറുതെ ആയിപ്പോയോ എന്നോർത്ത്. സമാധാനം. എന്നാലും ഇനിയും വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് സന്തോഷമായി, സത്യം സന്തോഷമായി. കാര്യം ഇത്രയും നാളത്തെ കഷ്ടപ്പാട് ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. അതിന് കിട്ടിയ വരുമാനം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എനിക്ക് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അത് പറയാൻ പറ്റത്തില്ല, പറയില്ലെന്ന് പറയുന്നത്. എത്ര കിട്ടി എന്നുള്ളത് പറയില്ലെന്നാണ് പറയുന്നത്. യൂട്യൂബിൻ്റെ വരുമാനം പറയില്ലെന്നാണ് പറയുന്നത്. അയ്യോ, ഞാൻ എത്ര പ്രാവശ്യം നിർത്തി പോകാൻ തുടങ്ങിയതാണെന്നറിയാം. എന്നെ ജയചേച്ചിയെ പിടിച്ച് നിർത്തിയത്, പോവല്ലേ എന്നിട്ട്. ശരിയാ, കണ്ണമ്മൂനും എന്നോട് കേട്ടോ. കണ്ണനും പറഞ്ഞ്, പിന്നെ അമല എന്നോട് ഒത്തിരിയും തവണ പറഞ്ഞു കേട്ടോ. അവൾ എന്നോട് ഒത്തിരി തവണ പറഞ്ഞു, പോകല്ലേ, നിർത്തിച്ച് പോലെ. ഞാൻ വീഡിയോ ഇടാതിരിക്കുമ്പോൾ അന്നേരം എന്നെ വിളിക്കുമായിരുന്നു, എന്നെ വീഡിയോ ഇടാത്തത്. ഞാൻ മടുത്ത് നിർത്തുക എന്നപ്പോഴത്തേക്കും അവൾ പറയായിരുന്നു, നിർത്തല്ലേ, നിർത്തിപ്പോവല്ലേ, ഇന്നാലും മുന്നോട്ട് എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ കുറേ പേരെന്നെ ഇങ്ങനെ ഉന്തിത്തള്ളി വിട്ടിട്ടാണ്.
ശരി കേട്ടോ, അച്ഛനും കണ്ണനും എന്നോട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോൾ പറയാം അമ്മയുടെ കണ്ണമ്മൂനും പറഞ്ഞിട്ടുണ്ട്. കണ്ണേട്ടനി തുടങ്ങിയ വീഡിയോയാ അത്. കണ്ണേട്ടാന്നായിരുന്നു അന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. പോടാ, വേണ്ടാത്ത എപ്പോഴാണോ ഞാൻ നിന്നെ തെറി വിളിച്ചിട്ടുള്ളത്? എല്ലാവരും കേട്ടോ ഓർക്കും കേട്ടോ സത്യം. നീ കോമഡി പറയുന്നതൊന്നും ആരും വിചാരിക്കില്ല, എല്ലാവരും ഓർക്കും സത്യമായിരിക്കുന്നു. അപ്പം രണ്ടുപേർക്കും ചിലവൊക്കെ അച്ഛൻ ചെയ്യും. ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനും ഒരു വരുമാനക്കാരിയായി, അടുക്കളക്കാരിയായ ഞാനൊരു വരുമാനക്കാരിയായി. അപ്പോൾ കഴിക്ക്, കണ്ട സമയം പോകുന്നു, 7:20 കഴിക്ക്, അച്ചു പഠിക്ക്, നമുക്ക് പിന്നെ കാണാം. എനിക്ക് അടുക്കള ഇച്ചിരി കൂടെ പണിയുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണേ. അപ്പം നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തി മുട്ടക്കറി. പുത്രി എക്സാമിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്നാടി മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? നീ ടെൻഷൻ അടിക്കാതെ വെച്ചു. നീ എന്നതിനീ പേടിക്കുന്നേ? അത് നിന്റെ ടെൻഷൻ കൊണ്ടാ. ടെൻഷൻ അടിക്കാതിരുന്ന് എല്ലാം പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷ കഴിക്കുമ്പോൾ എല്ലാം ഓർമ്മ വരും. ഞങ്ങളിനി കഴിക്കട്ടെ. ഞങ്ങൾ 3 പേര്, കണ്ണം കഴിച്ചു പോയി, ഞങ്ങൾ 3 പേരും കൂടെ ഉള്ളൂ. ഈ ഹൈലിയുണ്ട്. അപ്പം 4 മണിക്കത്തേക്ക് ഞാനൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നതിൻ്റെ കാണിക്കാന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് കപ്പയും ബീഫും ഒക്കെയാന്ന് പറഞ്ഞു. അന്നേരം പിന്നെ അത് അവർക്കും പ്രത്യേകിച്ച് വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വൈകുന്നേരത്തേക്ക് വിശക്കത്തില്ല. അതുകൊണ്ട് കപ്പ ഏതും കഴിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്. അങ്ങനെ കപ്പയും ബീഫും ഒക്കെ റെഡിയായി. എല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ എന്നിട്ട് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ഞാൻ കഴിക്കുമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. വെച്ചാൽ അങ്ങനെ കഴിച്ചു പോയത് എന്നാന്ന് ചോദിച്ചാൽ, മറ്റേത് ഇത് ഞാൻ കഴിക്കുന്നില്ലാത്തതുകൊണ്ട് അവർ പലയിടത്തായിട്ടിരുന്നും കഴിച്ച്. അതുകൊണ്ടാണ് നോയമ്പൊക്കെ ഉണ്ട്. ഞാൻ കറിയെല്ലാം വെച്ച് കൊടുത്തു, പക്ഷെ കഴിക്കാൻ നിന്നിട്ടില്ല. നമ്മുടെ നോയമ്പ് അത് അതിൻ്റെതായ രീതിക്ക് അങ്ങ് പോകുന്നുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ പറയേണ്ട എന്നായിരുന്നു, അപ്പം ഇവിടെ കുറേ ദിവസമായി കേട്ടോ. ഇപ്പം ഞാൻ നോയമ്പ് തുടങ്ങിയതിന് ശേഷം ഇവിടെ മീനല്ലാതെ ചിക്കനോ ബീഫോ ഒന്നും ഇവർ മേടിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ് ഇനി ഇച്ചിരി ബീഫ് മേടിക്കുകയോ അല്ലെങ്കിൽ ചിക്കൻ മേടിക്കുകയോ ചെയ്യുക, പിള്ളേരിപ്പോൾ ഇത്രയും ദിവസമായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അങ്ങ് മേടിച്ചത്. ഇവിടെ ഇവർക്ക് ബീഫും ചിക്കനും ഒക്കെ കപ്പയുടെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വൈകുന്നേരം കപ്പയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും കഴിപ്പൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പം നമ്മുടെ ഗീത ചേച്ചി ചോദിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചു. പിന്നെ ചേച്ചി ആർക്കും വേണ്ടി പ്രാർത്ഥിക്കുക? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി, വയ്യാതിരിക്കുന്നവർക്കും പിന്നെ ചാനൽ നടത്തുന്നവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരും ഓർത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയെടുക്കുക എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി എന്നാന്ന് ചോദിച്ചാൽ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ വേറെ ഒന്നുമില്ല, ഇതൊക്കെയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാനായിട്ട് സമയമായിട്ടുണ്ട്. പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകാനായിട്ട് ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് മേടിക്കണമായിരുന്നു. നമുക്ക് ദൈവമായിട്ട് അനുഗ്രഹം തരുമ്പോഴത്തേക്കും നമ്മൾ ദൈവത്തെ മറക്കാൻ പാടില്ലല്ലോ. സങ്കടം വരുമ്പോൾ മാത്രമല്ലല്ലോ നമ്മളങ്ങോട്ട് ഓടിച്ചെല്ലണ്ടേ, സന്തോഷം വരുമ്പോൾ ഓടിച്ചെല്ലണ്ടേ. അപ്പം എനിക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഓടിച്ചെല്ലുന്ന എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടങ്കാലമ്മയാണ്. അപ്പോൾ അവിടെ ചെന്നാണ് എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പറയുന്നത്. അവിടെ ചെന്നാണ്. അവിടെ നിന്ന് പോയിട്ട് വരുമ്പോൾ തന്നെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ പോകണം. പിന്നെ നമ്മുടെ തൊട്ടങ്കാല അമ്പലത്തിൽ പോകണം. അങ്ങനെ എല്ലാ അമ്പലത്തിലും പോയി ദൈവത്തോട് നന്ദിയാണ്. വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അങ്ങനെ അമ്മയെ നാളെ കാണാൻ പോകണം. അങ്ങനെ നമ്മുടെ സന്തോഷത്തിലും ദൈവത്തിനോട് നന്ദി പറയുകയും കൂടി ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.